വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള തിരുവെഴുത്ത് നിങ്ങൾ നിറവേറ്റിയിരിക്കുന്നുവെന്ന് സംസ്കാര ശുശ്രൂഷയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്തായിരിക്കും അത്തരമൊരു പ്രാർത്ഥനാ വരിയുടെ പ്രസക്തി? കാനാവിലെ വിരുന്ന് ഭവനവും ബഥനിയിലെ വിലാപ ഭവനവും, ഇത് രണ്ടും സുവിശേഷത്തിൽ നാം വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റേതായിട്ടാണ്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന സുവിശേഷത്തിന് കുറെ കൂടി താത്വികമായ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമുക്കറിയാം. യേശു ദൈവപുത്രനാണ് എന്നുള്ള ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നതിന് 7 അടയാളങ്ങളും 7 പ്രസ്താവനകളും സവിശേഷമായി ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വാതിലാകുന്നു എന്നിങ്ങനെ ഞാൻ ഇന്നതാകുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകൾ 7 പ്രസ്താവനകളായി തന്നെത്താൻ വെളിപ്പെടുത്തുന്നതായി അപ്പോസ്തലൻ നൽകിയിട്ടുണ്ട്. അതിന് സമാന്തരമായി യേശുതമ്പുരാനിലെ ദൈവീകതയെ ഊന്നിപ്പറയുന്നതിന് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുള്ള 7 അടയാളങ്ങളിൽ ഒന്നാമത്തേതാണ് കാനാവിലെ കല്യാണം, 7-ാമത്തേതാണ് ബഥനിയിലെ ലാസറിന്റെ ഉത്ഥാനം. അതുകൊണ്ട് തന്നെ ഈ വിരുന്ന് ഭവനവും ഈ വിലാപ ഭവനവും വലിയ നോമ്പിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും നാം ധ്യാനിക്കുന്ന ഈ വിഷയങ്ങൾ നമ്മുടെ ആരാധനാ ജീവിതവും വേദപുസ്തക പാരായണവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ 7 അടയാളങ്ങൾ പരാമർശിക്കുന്നതിൽ കാനാവിലെ കല്യാണത്തിൽ ആരംഭിക്കുകയും രാജഭൃത്യന്റെ മകന്റെ സൗഖ്യം, ബെഥേസ്ദ കുളക്കടവിലെ തളർവാദ രോഗിയുടെ സൗഖ്യം, 5 അപ്പം കൊണ്ട് അനേകരുടെ വിശപ്പ് അടക്കിയതും, വെള്ളത്തിന്മീത് നടന്നത്, പിറവിയിലെ കുരുടനായിരുന്നവന് കാഴ്ച നൽകിയത്, പിന്നെ 7-ാമത് ബഥനിയിൽ ലാസറിന്റെ ഉയർപ്പ്. നോക്കൂ, ആദ്യത്തേത് വിരുന്ന്, അവസാനത്തേത് വിലാപം. ദൈവപുത്രന്റെ വിശ്വാസത്തിൻ്റെ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിൻ്റെ ചവിട്ടുപടികളായിട്ടാണ് സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. കാനാവിലെ ഭരണിയിലെ വെള്ളം വീഞ്ഞായി തീർന്നപ്പോൾ, ആ മഹാത്ഭുതം കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് തിരുവെഴുത്ത്. വിശ്വാസ ജീവിതത്തിന്റെ ആദ്യത്തെ പടിയിലാണ് അത്ഭുതം വിശ്വാസത്തിന് ആധാരമാകുന്നത്. അത്ഭുതങ്ങളും ആൾക്കൂട്ടങ്ങളും ഉള്ളിടത്ത് വലിയ വിശ്വാസ ജീവിതമുണ്ട് എന്ന് ഒരു തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല തിരുവെഴുത്ത് പറയുന്നത്. അത്ഭുതം വിശ്വാസത്തിന്റെ ആധാരമാവുന്ന ഈ വിരുന്ന് ഭവനം ഒരുവന്റെ അധ്യാത്മ ജീവിതത്തിലെ ആദ്യ പടിയാണ്. 7-ാം പടിയിലെത്തുമ്പോൾ കാര്യങ്ങൾ നേരെ തകിടം മറിയുകയാണ്. ലാസറിന്റെ വിലാപ ഭവനത്തിൽ ബഥനിയിൽ ക്രിസ്തു ലാസറിന്റെ സഹോദരിയോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത്ഭുതം വിശ്വാസത്തിന്റെ ആധാരമായിരുന്നിടത്ത് വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരമാകുന്നത് ആ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുമുട്ടുക. കേവലം അതിശയങ്ങൾ ഓടിക്കൂടുന്ന ആളുകളുടെ വിശ്വാസത്തിന്റെ ആഴമില്ലായ്മ എത്ര സുന്ദരമായിട്ടാണ് ഈ തിരുവെഴുത്തുകൾ ട്രാൻസെൻഡ് ചെയ്യുന്നത്. ശരിക്കും
ട്രാൻസിൽ നിന്നുള്ള ഒരു പ്രയാണമാണിത്. വിശ്വാസ ജീവിതം നന്നേ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. മതജീവിതം അപ്രസക്തമാണെന്നും ഭക്തിയേക്കാൾ പ്രധാനം യുക്തിയാണെന്നും ഈ കാലം നിർബന്ധപൂർവം നമ്മോട് ശഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒരല്പം ആശയക്കുഴപ്പത്തിൽ പെട്ടുപോകുന്നുമുണ്ട്. നാം അനുഷ്ഠിച്ചു വരുന്ന മതാനുഷ്ഠാനങ്ങളിൽ പലതും കാലഹരണപ്പെട്ടു പോയവയാണോ? അത് നിരർത്ഥകമാണോ? അതിന് സാങ്കത്യമില്ലാത്തതാണോ? എന്നിങ്ങനെയുള്ള വലിയ ആശയ സംഘർഷങ്ങൾ ഒരു തലമുറയെ നന്നായി ഭരിക്കുന്ന ഒരു കാലമാണിത്. മലങ്കരയുടെ മനീഷിയായ പുത്രൻ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കുറിപ്പിൽ ഇനിയൊരു 50 വർഷങ്ങൾക്ക് ശേഷം നടക്കാനിടയുള്ള ഒരു സംഘർഷത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 1970-കളിൽ അദ്ദേഹം എഴുതിയ കുറിപ്പിൽ ഇപ്രകാരം പറയുന്നു. ഈ 2020-കളിൽ നാം അത് വായിക്കുമ്പോൾ ഒരു പ്രവചനത്തിന്റെ ധ്വനി അതിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. There will be a chance for a conflict between sacramental humanism and scientific humanism. ശാസ്ത്രീയ മാനവികതയും കൗദാശിക മാനവികതയും തമ്മിൽ ഒരാശയ സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഭക്തി ജീവിതവും യുക്തി ജീവിതവും തമ്മിൽ വലിയൊരാശയ സംഘർഷത്തിന് സാധ്യതയുണ്ട്. ഈ കാലത്തിന്റെ നേരനുഭവങ്ങൾ അത് നമ്മളെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഭക്തിയാനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല എന്നൊരു തോന്നൽ ഈ കാലം നമുക്ക് സമ്മാനിക്കുന്നുമുണ്ട്. വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. മതജീവിതം നയിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവരുടെ കാപട്യം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. മതജീവിതം അപ്രസക്തമാണെങ്കിൽ നസറേത്തിൽ ഒരു പെൺകുട്ടി ദേവാലയബദ്ധമായി ജീവിച്ച ആ പെൺകുട്ടിയിൽ നിന്നാണ് ക്രിസ്തു ഉരുവായതെന്ന ചരിത്രം നിരർത്ഥകമാണ്. മതജീവിതം അപ്രസക്തമാണെങ്കിൽ ദേവാലയബദ്ധമായി ജീവിച്ചിരുന്ന സക്കറിയാവിനും ഏലിശുബായ്ക്കും സത്യത്തിന് സാക്ഷിയാവുന്ന തരത്തിൽ ഒരു മകനുണ്ടാവുക എന്നുള്ളത് അസംബന്ധമാണ്. അതുകൊണ്ട് മതജീവിതം നിരർത്ഥകമല്ല, അത് അസംബന്ധവുമല്ല. പിന്നെയോ അതനുഷ്ഠിക്കുന്നവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയും പള്ളി ജീവിതം നയിക്കുന്നുണ്ട് എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സത്യസന്ധതയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഈ കാലത്തിന്റെ യുക്തിവാദങ്ങളെ കുറെ കൂടി ഇന്ധനമിട്ട് ആളിക്കത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഒന്ന് പുനഃപരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു വിരുന്ന് ഭവനത്തെയും വിലാപ ഭവനത്തെയും കൊണ്ട് നമ്മുടെ വിചാരങ്ങൾക്ക് ഞാൻ പ്രാരംഭം കുറിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുനഃപരിശോധിക്കുവാൻ സുദീർഘമായ ഒരു വേദഭാഗം നിങ്ങളോടൊപ്പം തിരഞ്ഞെടുക്കുകയും ആ വേദഭാഗത്തോടൊപ്പം നാം ഒരുമിച്ച് ഇനി യാത്ര ചെയ്യുകയാണ്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആരംഭിച്ച് 15-ാം അധ്യായം അവസാനിക്കുന്നത് വരെയും ഈ യാത്ര തുടരുകയാണ്. മതജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികൾ ആരാധനയും വേദപഠനവുമാണ് എന്ന് നമുക്കറിയാം. ഈ 2 സംഗതികളും ആത്യന്തികമായി അഹം തീരലിനാണ് നമ്മെ സഹായിക്കുക. ഞാനെന്ന ഭാവത്തിന്റെ ഇല്ലായ്മയിലേക്ക് നമ്മെ നയിക്കാൻ പോകുന്ന ഉപാധികളായിട്ടാണ് വേദവും പ്രാർത്ഥനാ ജീവിതവും ഒരുപോലെ നാം ഉപയോഗിക്കാൻ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരാധനാ ജീവിതം നയിക്കുമ്പോൾ നാം എന്തിനെ ആരാധിക്കുന്നു, ആ ആരാധ്യ വസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ പകർത്തി എഴുതുക എന്നുള്ളത് ആരാധനാ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഭാഗധേയങ്ങളിൽ ഒന്നായി എല്ലാ മതബോധനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ തൃത്വത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യന് വെളിപ്പെട്ട ചരിത്രത്തിലെ ദൈവാനുഭവങ്ങൾക്ക് അവനിട്ട പേരുകൾ മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നസിയാൻസിലെ വിശുദ്ധനായ ഗ്രിഗറി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം യഥാർത്ഥത്തിൽ അതുക്കും മേലെയാണ്. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ ഭാഷയ്ക്കും അതിൻ്റെ പരിമിതിക്കും ഒത്ത വിധം അവൻ ചരിത്രത്തിൽ അവനുണ്ടായ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവാനുഭവങ്ങൾക്കിട്ട പേരുകൾ മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ വിശുദ്ധ തൃത്വവിശ്വാസം അത് ഏറ്റുപറയുന്ന സത്യവിശ്വാസികൾ എന്ത് തരത്തിലുള്ള ഒരു മനോവികാസത്തിലേക്കാണ് പുരോഗമിക്കേണ്ടത്? പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള മനോഹരമായ ഒരു ആഖ്യാനമുണ്ട്. റിച്ചാർഡ് റോറിന്റെ ദി ഡിവൈൻ ഡാൻസ്. ദി ഡിവൈൻ ഡാൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വളരെ രസകരങ്ങളായ, കൗതുകകരങ്ങളായ ഒരുപാട് നിരീക്ഷണങ്ങൾ അതിലുണ്ട്. ഇത്രയും വൈദികർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു വാക്ക് ഞാൻ പരാമർശിച്ചു കൊള്ളട്ടെ. വൈദിക സെമിനാരികളിൽ പരിശുദ്ധ തൃത്വത്തിന്റെ വ്യാകരണം നാം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, പെരിക്കൊറേസിസ്. പരിശുദ്ധ തൃത്വത്തിലെ ആളത്വങ്ങളുടെ പാരസ്പര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഈ പെരിക്കൊറേസിസ് എന്ന വാക്ക് ആ ഗ്രീക്ക് വാക്കിൽ നിന്ന് തന്നെയാണ് കൊറിയോഗ്രാഫി എന്നുള്ള വാക്കും നിഷ്പദിക്കുന്നത്. കൊറിയോഗ്രാഫി എന്താണെന്ന് നമുക്കറിയാം. നൃത്ത ചുവടുകളുടെ താളം നിശ്ചയിക്കുന്നതാണ്. വിശുദ്ധ തൃത്വത്തിലെ ഒരു ആനന്ദ നൃത്തത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ആ ഭാഗത്തിൽ ആ പുസ്തകം പരാമർശിക്കുന്നത് ദ ഡിവൈൻ ഡാൻസ് എന്നതിനെ വിശേഷിപ്പിക്കും. ഈ ആനന്ദ നൃത്തത്തിൽ നമ്മളുടെ പ്രമേയൻ പ്രാർത്ഥനകളിൽ നാം ചൊല്ലിയതുപോലെ ഒന്നൊന്നിനേക്കാൾ ചെറുതോ ഒന്നൊന്നിനേക്കാൾ വലുതോ ഒന്നും ആകുന്നില്ല. എല്ലാം സമമാണ്, സാരാംശത്തിൽ ഒന്നാണ്. ഒന്നൊന്നിനെ ചെറുതാക്കുന്നില്ല, സ്വയം വലുതാവുന്നില്ല. ഈ വിശ്വാസത്തിൽ, ഈ ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മനോവികാസത്തിലേക്ക് അവൻ ഏറ്റുപറയുന്ന പ്രാർത്ഥന, അനുദിനം അവൻ അർപ്പിക്കുന്ന പ്രാർത്ഥന, അനുദിനം അവൻ ചൊല്ലുന്ന ആമേൻ, അത്തരമൊരു മനോവികാസത്തിലേക്ക് അവനെ എത്തിക്കണമെന്നാണ് ആത്യന്തികമായി ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ. പിതാവാം ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചും പുത്രൻ തമ്പുരാൻ ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചും നാം ഓരോരുത്തരുടെയും അസ്തിത്വത്തെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഓരോരോ ഖണ്ഡികകളായി നാം ചൊല്ലുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം, നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന, നാം ഒരു സമുദായമായി, നാം ഒരു സഭയായി നമ്മെ നിലനിർത്തുന്ന ആ വിശ്വാസ പ്രമാണത്തിൽ പോലും ഈ ഒരു തൃത്വവിശ്വാസത്തിന്റെ വിശകലനം നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മുടെ പിതാക്കന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിനെ ഏറ്റുചൊല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞ് ഓരോ കൗമ പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോഴും ഈ ഒരു ആനന്ദ നൃത്തത്തിന്റെ ചടുലത, പാരസ്പര്യത്തിന്റെ മനോഹാരിത, അത് നമ്മുടെ ഹൃദയങ്ങളെ വികസിപ്പിക്കുകയും കുറെ കൂടി മനോവിശാലതയോടെ മനുഷ്യരോട് ഇടപെടാൻ, സമൂഹത്തോട് ഇടപെടാൻ, ലോകത്തോട് ഇടപെടാൻ നമ്മെ, നമ്മുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രാർത്ഥന നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം. ഇനി വേദപാരായണം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? കാരൻ ആംസ്ട്രോങ്ങിന്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ദ ലോസ്റ്റ് ആർട്ട് ഓഫ് സ്ക്രിപ്ചേഴ്സ്. വേദപുസ്തകങ്ങളിലെ നഷ്ടപ്പെട്ടു പോയൊരു കലയെക്കുറിച്ച്. വളരെ ബൃഹത്തായി ലോകത്തിന്നയോളം ഉദയം ചെയ്തിട്ടുള്ള എല്ലാ മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങളെ, അത് രൂപപ്പെടുന്നതിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ മനോഹരമായി അപഗ്രഥിക്കുന്ന ഒരു ഗ്രന്ഥമാണത്.
ആ പുസ്തകത്തിൽ പറയും, പ്രത്യേകിച്ചും കിഴക്കൻ പാരമ്പര്യങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിലൊക്കെ പ്രകൃതി ശക്തികളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. മധ്യപൂർവേഷ്യൻ വേദഗ്രന്ഥങ്ങളിൽ, നമ്മുടെ സത്യവേദ പുസ്തകം പോലെയുള്ള വേദഗ്രന്ഥങ്ങളിൽ സാമൂഹ്യ നീതിയെക്കുറിച്ച്, സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് ശക്തമായ പരാമർശമുണ്ട്. ജൂബിലി വർഷമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. നിങ്ങൾ ഭൂമിയിൽ പരദേശികളാണ്, ഈ ലോകം ക്ഷണികമാണ്, താൽക്കാലികമാണ് എന്നുള്ള പാഠങ്ങളൊക്കെ സത്യവേദ പുസ്തകത്തിൽ ആവോളമുണ്ട്. ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് പറയുമ്പോഴും ഈ ലോകത്തിൻ്റെ സാമൂഹിക തുല്യതയെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയെ വിഭാടനം ചെയ്യാൻ, നമ്മുടെ അഹത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. പ്രകൃതി രഹസ്യങ്ങളിലേക്ക്, മനുഷ്യബുദ്ധിക്ക് അതീതമായ, മനുഷ്യശക്തിക്ക് അതീതമായ പ്രകൃതിക്ഷോഭങ്ങളിൽ ദൈവസങ്കല്പം ആരോപിച്ചുകൊണ്ട് മനുഷ്യന്റെ നിസ്സാരതയെ സൂചിപ്പിക്കുവാനായി ഒരു വശത്ത് ഒരു പറ്റം വേദഗ്രന്ഥങ്ങൾ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ മനുഷ്യന്റെ സ്വാർത്ഥതയെ, അവന്റെ അഹത്തെ വിഭാടനം ചെയ്യാനായി ഒരു പറ്റം വേദഗ്രന്ഥങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ എല്ലാം തന്നെ പ്രാർത്ഥനയിലും ആരാധനയിലും വേദപഠനത്തിനുമെല്ലാം ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ തമ്പുരാന്റെ മനുഷ്യാവതാരത്തിലൂടെ യേശു തമ്പുരാൻ പഠിപ്പിച്ചിരിക്കുന്ന ഈ സ്വയം വെറുമയാക്കലിന്റെ യഥാർത്ഥ ജീവന കലയാണ്. തന്നെത്താൻ ശൂന്യമാക്കലിന്റെ യഥാർത്ഥമായ ജീവിത കലയാണ് ഇതിലെല്ലാം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 53 വാക്യം. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്നു? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവന്റെ സഹോദരികളുമെല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. 13 അധ്യായം 58 വാക്യം ശ്രദ്ധിക്കണം. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ അവന് ചെയ്യാനായില്ല. ഇവിടെ ആദ്യം പരാമർശിക്കുന്നത് യേശുവിൻ്റെ പിതൃനഗരത്തിലുണ്ടായ അനുഭവമാണ്. യേശു തമ്പുരാന്റെ പിതൃനഗരത്തിൽ യേശു തമ്പുരാൻ എത്തുന്ന സന്ദർഭത്തിൽ തൻ്റെ സ്വന്തക്കാർ അവനെ അഭിസംബോധന ചെയ്യുന്നത്, അവനോട് പെരുമാറുന്നത് വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഒരു സംഗ്രഹമായി 13 അധ്യായം 58 വാക്യം പറയുന്നു, അവരുടെ അവിശ്വാസ നിമിത്തം. സ്വന്തക്കാരുടെ അവിശ്വാസം, ഇതാണ് ഒന്നാമത്തെ നമ്മുടെ വിചാരം. ഈ കൂട്ടത്തിൽ നമ്മൾ പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഭാരപ്പെടുത്തേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സ്വന്തക്കാരാണ്. പരിശുദ്ധ മാമോദീസ കൂദാശയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിന് സഹോദരനായും സഹോദരിയായും ഇവളെയും ഇവനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. പരിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ ചാർച്ചക്കാരായി നാം മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അവിശ്വാസ നിമിത്തം പലപ്പോഴും വീര്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ സ്വന്തക്കാർ അവിശ്വാസം കാട്ടുന്നത്? പ്രധാനമായും അതിപരിചയത്വം കൊണ്ടാണ്. അവരുടെ വാക്കുകളിൽ തന്നെ അത് പ്രത്യേകം പ്രസ്താവ്യമാണല്ലോ. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവന്റെ സഹോദരങ്ങളെ നമുക്കറിയരുതോ? ഇവൻ ഇന്ന ആളുകളുമായിട്ടല്ലേ ബന്ധമുള്ളത്? അതിപരിചയത്വം കൊണ്ട് വല്ലാതെ അവർ ക്രിസ്തുവിനെ ലഘൂകരിക്കുകയാണ്. പൊതുവെ മലയാളികളെ കുറിച്ച് ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ
മനുഷ്യനൊരാമുഖം എന്ന നോവലിൽ പറയുന്നുണ്ട്, മലയാളിയുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് പരപുച്ഛമാണ്. ഏതൊരു പ്രതിഭയും അംഗീകരിക്കില്ല, ഒരു മനുഷ്യനെയും ബഹുമാനിക്കാൻ അറിയില്ല, ഒരു മനുഷ്യനെയും അംഗീകരിക്കാനോ ആദരിക്കാനോ അറിയില്ല, നിന്ദിക്കാനും അപഹസിക്കാനും ഏറ്റവും നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്വന്തക്കാർ അതിപരിചയത്വം കൊണ്ട് അവൻ്റെ മഹിമയെ ലഘൂകരിക്കുന്നു. അവൻ്റെ യാഥാർത്ഥ്യത്തെ അവരുടെ മനോസങ്കുചിതത്വത്തിനനുസരിച്ച് അവർ ഒരു തീരുമാനം എത്തി ഒരു വിലയിട്ട് നിർണയിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസരുടെ മനോഹരമായൊരു കഥയുണ്ട്, വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനെ ഒരു വൈരക്കല്ലുമായി പട്ടണത്തിലേക്ക് വിട്ട കഥയാണ്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നിശ്ചയമായും കേൾക്കണം. ഈ കാലത്ത് ഗുരു അവനോട് പറയുന്ന, അവൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവനെ വിടുന്നത്. അവനോട് പറഞ്ഞു വിട്ടുകൊടുക്കുന്നത്, ഈ കല്ലുമായി നീ ആദ്യം പോകേണ്ടത് ഒരു പച്ചക്കറി കച്ചവടക്കാരൻ്റെ അടുത്ത്, രണ്ടാമത് പോകേണ്ടത് ഒരു പലചരക്ക് വ്യാപാരിയുടെ അടുത്ത്, ഏറ്റവും ഒടുവിൽ മാത്രം നീ ഒരു വജ്ര വ്യാപാരിയുടെ അടുത്ത് പോകണം. നമുക്കറിയാവുന്നതുപോലെ ഇവൻ ആദ്യം പോകുന്നത് പച്ചക്കറി വ്യാപാരിയുടെ അടുത്ത്. അയാൾ ഈ കല്ലൊക്കെ നോക്കി, നല്ല തിളക്കമൊക്കെ ഉണ്ട്, ഒരു 100 രൂപ തരാം എന്ന് ഇയാൾ പറയുന്നു. അയാൾ അതിനൊരു വിലയിട്ടു. അവൻ അവിടെ നിന്ന് മടങ്ങി അടുത്തയാളുടെ അടുത്ത് പോകുന്നു. അവിടെ എത്തിയപ്പോൾ അയാൾ നോക്കിയപ്പോൾ തൻ്റെ കടയുടെ ആ ബോർഡിനോട് ചേർത്ത് വേണം ഈ കല്ല് വെച്ചാൽ കുറച്ചും കൂടി ആകർഷണീയതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അയാൾ ഒരു 200 രൂപ വില പറഞ്ഞു. അവൻ അവിടെ നിന്നും പോകുന്നു. അവനൊരു വജ്ര വ്യാപാരിയുടെ അടുത്ത് ചെല്ലുന്നു. അയാൾക്ക് ഇതിൻ്റെ യഥാർത്ഥ മൂല്യം അറിയാം. ആ കല്ല് കാണുമ്പോൾ അയാൾക്കറിയാം എന്താണ് അതിൻ്റെ മൂല്യമെന്ന്. അയാളൊരു വില പറയുന്നു. അവൻ മടങ്ങി തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വരുന്നു. ഇത്രയേ ഉള്ളൂ കഥ. ഇത് നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധിപ്പിച്ച് നോക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വിലയിടാൻ അവസരം കൊടുക്കുന്നവരാണ്. മറ്റുള്ളവരുടെ അസൂയ കൊണ്ട്, മറ്റുള്ളവരുടെ സങ്കുചിതത്വം കൊണ്ട് അവരിടുന്ന വിലയാണ് നമ്മുടേതെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. ഈ കമന്റുകളുടെയും ലൈക്കുകളുടെയും ഡിസ്ലൈക്കുകളുടെയും കാലത്ത് ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് അവനെ എത്രമാത്രം ആക്ഷേപിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു കാലമാണിത്. ഈ കാലത്ത് നിശ്ചയമായും ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, സ്വന്തം പട്ടണത്തിലെത്തുന്ന യേശുവിനെ അതിപരിചയത്വം കൊണ്ടും മുൻവിധി കൊണ്ടും എത്രമേൽ അവർ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. യേശുവിൻ്റെ സ്വന്തക്കാരുടെ പക്ഷത്താണോ നാം നിൽക്കുന്നത്? വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ചിലപ്പോഴെങ്കിലും ഞങ്ങൾ വീണുപോകാൻ സാധ്യതയുള്ള വലിയൊരു പാതകമുണ്ട്. വിശുദ്ധ കുർബാന നിരന്തരം അർപ്പിക്കുന്നത് കൊണ്ട്, അതിപരിചയത്വം കൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഒരു ലാഘവത്വം, ഒരു യാന്ത്രികത ചിലപ്പോൾ ഞങ്ങളിൽ കടന്നു വന്നേക്കാം. അതിനൊരു സാധ്യതയുണ്ട്. നിരന്തരമായി പള്ളി ആരാധനകളിൽ സംബന്ധിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവത്തിന് ശരിയായ മനസ്സൊരുക്കമില്ലാതെ ചിലപ്പോൾ അതിപരിചയത്വം കൊണ്ട് ഒരു ലാഘവത്വം സംഭവിച്ചേക്കാം. ഇങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സാഹചര്യങ്ങളിൽ, ക്രിസ്തുവിനെ ആഘോഷിക്കുന്ന സാഹചര്യങ്ങളിൽ അതിപരിചയത്വം കൊണ്ട് ഇന്നും നമ്മളെ സംബന്ധിച്ചും ഇതേ വീഴ്ച സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരുടെ പക്ഷത്ത് വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ നിൽപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരെ സംബന്ധിച്ച് അവർക്കുള്ള വിശേഷണം അവരുടെ അവിശ്വാസ നിമിത്തം അവന് അവിടെ അധികം വീര്യപ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. തൊട്ടു പിന്നാലെ 14-ാം അധ്യായം ആരംഭിക്കുന്നത് ഹേരോദാവിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദത്തെക്കുറിച്ച് ആദ്യത്തെ 12 വാക്യങ്ങളിൽ പറയുന്നു. യേശു തമ്പുരാൻ ഈ വൃത്താന്തം അറിയുന്നു. അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു.
അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ശ്രദ്ധിക്കണം, സ്വന്തക്കാരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ വീര്യപ്രവർത്തികൾ ചെയ്യാൻ സാധ്യമായില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ വിശുദ്ധനായ മത്തായി ശ്ലീഹ ഇവിടെ കരുതിക്കൂട്ടി തയ്യാറാക്കുന്ന ഒരു പ്ലോട്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവനൊരു വിജന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അനേകായിരങ്ങൾ അവനെ കേട്ട്, അവൻ അവിടെ എത്തിയെന്ന് കേട്ട് അവൻ്റെ സമീപം എത്തുന്നു. അവൻ അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്നു. സ്വന്തക്കാരുടെ അവിശ്വാസം, വിജാതീയരുടെ വിശ്വാസം. തുടർന്നുള്ള കഥയും നമുക്കറിയാം. സന്ധ്യയായി, ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? യേശു ചോദിക്കുന്നുണ്ട്. അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അവർ 5 അപ്പവും 2 മീനുമൊക്കെ കൊണ്ടുവരുന്നു. യേശു തമ്പുരാൻ പുരുഷാരത്തോട് പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ഈ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, ആ വാക്യങ്ങളുടെ ഒരു ഭംഗി നമ്മുടെ ഹൃദയത്തിലൊന്ന് തറക്കേണ്ടതിന് കൂടിയാണ്. ഒരു കാരണം. മറ്റൊന്ന്, പൊതുവെ എന്നെക്കുറിച്ചൊരു ആക്ഷേപം വേദപുസ്തകം കുറച്ചാണ് പറയുന്നതെന്നായിരുന്നു. യേശു തമ്പുരാൻ അവരെ പുല്ലിന്മേൽ ഇരുത്തി. എത്ര കെയറാണ് അവിടെ ഉള്ളത് അല്ലേ? ആ പുരുഷാരത്തെ വളരെ സ്നേഹപൂർവ്വം കരുതിക്കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യപ്രദമായൊരു സ്ഥലത്തിരുത്തി 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. തൻ്റെ മനുഷ്യാവതാര ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും സ്വർഗത്തേക്ക് നോക്കി അവനൊരു അനുവാദം വാങ്ങിക്കുന്ന പതിവുണ്ട്. ആ പതിവ് എവിടെയും തെറ്റുന്നില്ല. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. ഈ ഒരു മഹാത്ഭുതം നടത്തിയതിനു ശേഷം തൊട്ടു പിന്നാലെ പറയുന്നു, യേശു ഉടനെ താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഉടനെ, അപ്പൊ തന്നെ പറയാം, നിർബന്ധിച്ചു. ഈ വാക്കുകളൊക്കെ ശ്രദ്ധാപൂർവം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ മഹാത്ഭുതത്തിന് ശേഷം ഉടനെ അവൻ പ്രാർത്ഥിപ്പാൻ തനിയ മലയിലേക്ക് കയറിപ്പോവുകയാണ്. അതാണ് അവന്റെ ധൃതിയുടെ കാരണം. ശിഷ്യന്മാര് പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക, അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? സ്വന്തക്കാർക്കുള്ള വിശേഷണം അവിശ്വാസി എന്നാണ്. കൂടെ നടന്ന് പഠിച്ച ശിഷ്യന്മാർക്കുള്ള വിശേഷണം അല്പവിശ്വാസി എന്നാണ്. ഇത് 2ാമത്തെ ഗണമാണ്. സ്വന്തക്കാരുടെ ഗണത്തിൽ നമ്മൾ പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2ാമത്തെ ഗണത്തിലും ക്രിസ്തുവിനെ കുറിച്ച് എത്രയോ വർഷങ്ങളായി നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുന്നു, ആരാധനയിലൂടെ ജ്ഞാനമാർജിക്കുന്നു. എന്നിട്ടും അല്പവിശ്വാസി എന്നൊരു വിളി ഇവിടെയുണ്ട്. അതിനൊരു സാധ്യത ഇവിടെ കിടപ്പുണ്ട്. മറ്റെല്ലാ ഇടങ്ങളെയും പോലെ ശീമോൻ പത്രോസ് ഈ തവണയും എടുത്തു ചാടുകയാണ്. ശീമോൻ പത്രോസ് വെള്ളത്തിന്മേൽ നടക്കണമെന്ന് ആഗ്രഹം ക്രിസ്തുവിനോട് പ്രകടിപ്പിക്കുന്നു. നീ വരിക എന്ന് ക്രിസ്തു പറയുന്നു.
ആദ്യ ചുവട് ക്രിസ്തുവിനെ നോക്കി ഇറങ്ങുന്നവൻ രണ്ടാം ചുവട് കാറ്റ് കണ്ടു, അവൻ മുങ്ങിത്താണു തുടങ്ങി. പരിഹാരം നോക്കി ഇറങ്ങിയവൻ പ്രശ്നത്തെ നോക്കിയപ്പോൾ മുങ്ങിത്താണു തുടങ്ങി. ഈ ഒരൊറ്റ സംഭവത്തെ പുരസ്കരിച്ച് മനോഹരമായൊരു പുസ്തകമുണ്ട്. If you want to walk on water, you have to get out from your boat. If you want to walk on water, you have to get out from your boat. നിനക്ക് പടകിൽ നിന്നിറങ്ങി നിനക്ക് വെള്ളത്തിന്മീതെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ പടകിൽ നിന്ന് ഇറങ്ങണം. നിന്റെ കംഫോർട്ട് സോണിൽ നിന്ന്, നിന്റെ സുരക്ഷിത സ്ഥലികളിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങണം. ആ പുസ്തകം ഉന്നയിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ക്രിസ്തുവില്ലാത്ത പടക് വേണോ, അതോ ക്രിസ്തുവുള്ള ഇളകി മറിയുന്ന കടൽ വേണം? ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ക്രിസ്തുവില്ലാത്ത നമ്മുടെ സുരക്ഷിത സ്ഥലികൾ മതിയോ നമുക്ക്, അതോ ഇളകി മറിയുന്ന സാഹചര്യത്തിലും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണോ നാം അഭിലഷിക്കുന്നത്? ക്രിസ്തുവില്ലാത്ത പടക് മതിയെങ്കിൽ നമ്മുടെ സുരക്ഷിതമായി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന നമ്മളുടെ പതിവ് ശീലങ്ങളുടെ ലാവണങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് നമുക്കിഷ്ടമെങ്കിൽ പരിഹാരത്തിന് നേർക്കല്ല നമ്മൾ നോക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരിഹാരമാർഗമായിരിക്കില്ല നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. ആ പ്രതിസന്ധികൾ നമ്മെ വീണ്ടും വീണ്ടും ഭാരപ്പെടുത്താനിടയുണ്ട്. സുധാമൂർത്തിയുടെ മനോഹരമായൊരു പുസ്തകം മുത്തശ്ശിയെ ഞാൻ വായിക്കാൻ പഠിപ്പിച്ചതും മറ്റ് കഥകളും എന്ന് പറഞ്ഞു. അതിൽ അവരുടെ ഒരു അനുഭവം പറയുന്നത് ഇപ്രകാരമാണ്. ആയമ്മ കോളേജുകളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു കോളേജിൽ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ആ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി അവരോട് ചോദിക്കുന്നു, മാഡം, ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, ജീവിതത്തിലെ ടെൻഷൻ അതിജീവിക്കാൻ എന്താണ് മാർഗം? അപ്പോൾ അവർ രാമായണത്തിലെ ഒരു ദൃഷ്ടാന്തമാണ് പറഞ്ഞു കൊടുക്കുന്നത്. രാമായണത്തിൽ രാമരാവണ യുദ്ധം നടക്കുന്നു. രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് അമ്പെയ്ത് ലക്ഷ്മണന്റെ ശരീരത്തിൽ ശരം കൊണ്ട് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണു കിടക്കുന്നു. രാമൻ യുദ്ധം നിർത്തി, അമ്പും വില്ലും താഴെ വെച്ചു. വലിയ പരാജയ ഭീതിയിലേക്ക് ആ പക്ഷം പോകുമ്പോൾ വാനരപ്പട ഒന്നാകെ നിരാശരായി നിൽക്കുന്ന സന്ദർഭത്തിൽ രാമൻ പറയുന്നു, ലക്ഷ്മണൻ ജീവിക്കാതെ മാർഗമില്ല, ലക്ഷ്മണന് എഴുന്നേൽക്കാതെ ഇനി യുദ്ധമുണ്ടാവില്ല. ഒടുവിൽ പരിഹാരം കിട്ടി, മൃതസഞ്ജീവനി കൊണ്ടുവരണം. മൃതസഞ്ജീവനി ഉള്ളത് മരുത്വാമലയിലാണ്. അപ്പോൾ അതെടുക്കാനായിട്ട് ആര് പോകും? ഹനുമാൻ. ഹനുമാൻ ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ ജാംബവാൻ വന്നിട്ട് ഹനുമാന് നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു. ജാംബവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗമൊക്കെ പോലെയാണ്, നന്നായിട്ട് ഇങ്ങനെ ഉയർത്തി ഉയർത്തി പറയുന്ന ആളാണ്. അപ്പോൾ ആ ഹനുമാനെ നന്നായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്തു, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ട് തള്ളി. അപ്പോൾ ഹനുമാന് യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ ഒരു ആത്മവിശ്വാസമായി. ഇപ്പോൾ പോയേക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹനുമാനെ സംബന്ധിച്ച് പുരാണത്തിൽ പറയുന്നത് അയാൾക്ക് എത്ര വേണമെങ്കിലും ചെറുതാകാനും എത്ര വേണമെങ്കിലും വലുതാകാനും കഴിയുമെന്നാണ്. അയാൾ ഒരൊറ്റ പറക്കലാണ് കടലിൻ്റെ മീതെ കൂടെ. പോകുന്ന വഴിക്ക് ഛായാഗ്രഹിണിയൊക്കെ കാണുന്ന കഥയൊക്കെ നമുക്കറിയാം. അയാളിങ്ങനെ പറന്ന് പോകുന്ന സന്ദർഭത്തിൽ മരുത്വാമലയിലെത്തി. പക്ഷെ അയാൾ ആയുർവേദമൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് മൃതസഞ്ജീവനി ഏതാണെന്ന് അയാൾക്ക് പിടികിട്ടുന്നില്ല. മുഴുവൻ ചെടിയും കാടും പടർപ്പുമാണ്. അവസാനം ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് മരുന്നുമായി ലങ്കയിൽ തിരിച്ചു ചെന്നില്ലെങ്കിൽ രാമൻ യുദ്ധം തുടങ്ങില്ല. പ്രശ്നം ഒരു മല പോലെ നിൽക്കുകയാണ് ഹനുമാന്റെ മുമ്പിൽ. ഹനുമാൻ എന്ത് ചെയ്യുക? ആ മലയേക്കാളും അങ്ങ് വലുതായി. എന്നിട്ട് അയാൾ ഇത് കയ്യിൽ കോരിയെടുത്ത് ഇങ്ങനെ അങ്ങ് പറന്നുപോയി. നമ്മൾ ആ പടമൊക്കെ കണ്ടിട്ടുണ്ട്. പ്രശ്നം ഒരു മല പോലെ അയാളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അയാൾ ആ പ്രശ്നത്തെക്കാൾ വലുതായി. ഇതാണ് സുധാമൂർത്തി ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഊതി പെരിപ്പിച്ച് പ്രശ്നം അങ്ങനെ മല പോലെ വലുതാക്കുകയും നമ്മളങ്ങ് ചെറുതാവുകയും ചെയ്യും. ഇവിടെ നേരെ തിരിച്ചാണ്. പ്രശ്നം അത്ര വലുതായിരുന്നാലും നമ്മൾ അതിനേക്കാൾ ഇത്തിരി കൂടി വലുതായി ചിന്തിക്കണം.
അതിനേക്കാൾ കുറെ കൂടി വിശാലമായി ചിന്തിക്കുമ്പോൾ വേറൊരു വീക്ഷണ കോണിൽ നിന്ന് അതിനെ ദർശിക്കുവാനും ഒരുപക്ഷെ ആ നിമിഷം വരെ നമ്മുടെ ഹൃദയത്തിൽ തോന്നാത്ത ഒരു പരിഹാരമാർഗം അവിടെ തെളിയാനും സാധ്യതയുണ്ട്. ഇവിടെ അല്പവിശ്വാസികളെ എന്ന് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വിസ്മരിച്ചു പോകരുത്. 3.5 വർഷക്കാലം അവനോട് കൂടെ നടന്ന് അവൻ ചെയ്ത വീര്യപ്രവർത്തികൾ കണ്ട് അതിശയിച്ച ആളുകളാണ്. ഈ തൊട്ടു മുമ്പ് ആ രാത്രിയുടെ 4-ാം യാമത്തിൽ പടക് ഇളകി മറിയുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് 5 അപ്പവും 2 മീനും എടുത്ത് അവൻ 5000-ത്തിലധികം ആളുകളെ പരിപോഷിപ്പിച്ചത്. എന്നിട്ടും ഇവർക്കെന്താണ് അവനിൽ വിശ്വാസം വരാത്തത്? നമ്മെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കഥാപാത്രം തിരുവെഴുത്തിലുണ്ട്. നീതിമാനായ ജോസഫ് പിതാവ്. ക്രിസ്തു പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞാണ് അയാളുടെ കൂടെ. അവന്റെ ഒരു വീര്യപ്രവൃത്തികളും അയാൾ കാണുന്നില്ല. ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ് അയാൾ. ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് അവന്റെ അമ്മയെയും കൊണ്ട് നസറേത്തിലേക്ക്, മിസ്രൈമിലേക്ക്, ബേത്ലഹേമിലേക്ക് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. ആ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രയായിരിക്കും? അതുകൊണ്ടാണ് നീതിമാനായ ജോസഫിന്റെ വിശ്വാസം സഭയുടെ വിശ്വാസത്തിന്റെ ആധാരശിലയാണെന്ന് കപ്പദോക്കിയിലെ വലിയ മാർ ബസേലിയോസും അതുപോലെ തന്നെ അന്ത്യോക്യയിലെ മാർ ഇഗ്നാത്തിയോസും ഒരുപോലെ എഴുതുന്നത്. അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസ് ന്യൂറോനോ വളരെ വിശദമായി തന്നെ ഈ ഭാഗത്തെ പരാമർശിക്കുന്നുണ്ട്. ജോസഫിന്റെ വിശ്വാസത്തെക്കുറിച്ച് സാത്താനിൽ നിന്ന് ദൈവം മറച്ചുവെച്ച 3 രഹസ്യങ്ങൾ 2 കാവൽക്കാരൻ ജോസഫായിരുന്നത്രേ. 3 രഹസ്യങ്ങൾ സാത്താനിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരുന്നു അത്രേ. ഒന്ന്, പരിശുദ്ധ കന്യക മറിയാമിന്റെ നിത്യകന്യകാത്വം. മറ്റൊന്ന്, യേശുമശിഹായുടെ തിരുപ്പിറവി. 3, മശിഹായുടെ മരണം. ഇതിലാദ്യത്തെ 2 കാവൽക്കാരനും സൂക്ഷിപ്പുകാരനുമായി നീതിമാനായ ജോസഫിനെയാണ് ചരിത്രത്തിൽ ദൈവം തെരഞ്ഞെടുത്തത് എന്ന് ഇഗ്നാത്തിയോസ് ന്യൂറോനോ എഴുതുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നീതിമാനായ ജോസഫ് പിതാവിന്റെ വിശ്വാസം, ആഴമേറിയ വിശ്വാസം ഈ അല്പവിശ്വാസത്തെയും നമ്മുടെ അല്പവിശ്വാസങ്ങളെയും വെല്ലുവിളിക്കാൻ പോന്നതാണ് എന്ന് പറയാതെ വയ്യ. ഇനി 3-മതൊരു കൂട്ടരുണ്ട്. അതിലേക്ക് പ്രവേശിക്കും മുമ്പ് തൻ്റെ സ്വന്തക്കാരുടെ അവിശ്വാസത്തിന് ശേഷം താൻ വിജന പ്രദേശത്ത് പോയി അനേകായിരങ്ങളെ സുഖപ്പെടുത്തിയെന്ന് ബോധപൂർവം വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തി എന്ന് പറയാനുള്ള കാരണമായിട്ട് ഈ അല്പവിശ്വാസികളുടെ, ശിഷ്യന്മാരുടെ അല്പവിശ്വാസത്തിന് സമാന്തരമായി 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ അക്കരെ എത്തി ഗന്നസരേത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. കൂടെ നടക്കുന്നവർക്ക് അവിശ്വാസം, അല്പവിശ്വാസം. ദാ ഇവിടെ വിജാതീയരായ മനുഷ്യർ വന്ന് അവന്റെ കുപ്പായത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നു. 2 എക്സ്ട്രീം അവസ്ഥകളെയാണ് വളരെ മനോഹരമായി പ്ലോട്ട് തിരിച്ച് സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഇനി 3-മതൊരു കൂട്ടരെ കുറിച്ച് കൂടി പരാമർശമുണ്ട്. 15-ാം അധ്യായം തുടങ്ങുമ്പോൾ, അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്താ? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്താ? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു.
മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ ഒരു പ്രസ്താവന കൊണ്ട് അവരുടെ അതുവരെയുള്ള വാദമുഖങ്ങളെ ക്രിസ്തു അവസാനിപ്പിക്കുകയാണ്. വായ്ക്കകത്തേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഇവിടെ പരാമർശിക്കുന്ന ആളുകൾ മതത്തിൻ്റെ പ്രമാണികളാണ്, മതത്തിൻ്റെ അധ്യക്ഷന്മാരാണ്, മതത്തിൻ്റെ നടത്തിപ്പുകാരാണ്. അവരുടെ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ അവർ ക്രിസ്തുവിനോട് പ്രകടിപ്പിക്കുന്നത്. ചെയ്യുന്നത് എന്തെന്നറിയാത്ത തരത്തിലുള്ള വിശ്വാസം. കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് നിങ്ങൾ എന്നോട് അകന്നിരിക്കുന്നു. നമ്മളും മതത്തിൻ്റെ നടത്തിപ്പുകാരാണ്, മതപ്രമാണികളാണ്, മതജീവിതം നയിക്കുന്നുവെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അഭിമാനിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് അവനോട് അകന്നിരിക്കുന്നു. നമ്മുടെ അധരങ്ങളിൽ അവനെ നമ്മൾ സ്തുതിക്കുന്നു. ഈ കാപട്യത്തെയാണ് ക്രിസ്തുവിടെ മറ്റൊരാളെ കൊണ്ട് തിരുത്തിക്കുന്നത്. സ്വന്തക്കാരുടെ അവിശ്വാസത്തെ നിർജ്ജന പ്രദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് അവൻ തിരുത്തുന്നത് പോലെ, ശിഷ്യന്മാരുടെ അല്പവിശ്വാസത്തെ വിജാതീയർ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്ന സംഭവം കൊണ്ട് അവൻ തിരുത്തുന്നത് പോലെ, ഈ മതജീവിതം നയിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ അന്ധവിശ്വാസത്തെ, അങ്ങനെ തന്നെ പറയാമല്ലോ, ആ അന്ധവിശ്വാസത്തെ അവൻ തിരുത്തുന്നത് ഒരു കനാന്യ സ്ത്രീയെ കൊണ്ടാണ്. അത് 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ഇവർക്കുള്ള ഉത്തരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. വിശുദ്ധ മത്തായി ശ്ലീഹ എത്ര രസകരമായിട്ടാണ് ഈ പ്ലോട്ടുകൾ തിരിച്ചു വെക്കുന്നത്. 3 സംഭവങ്ങൾക്കും സമാന്തരമായി 3 തിരുത്തൽ ശക്തികൾ കൂടി, തിരുത്തൽ സ്പേസുകൾ കൂടി, ഇടങ്ങൾ കൂടി ശ്ലീഹ ഇവിടെ ഒരുക്കി വെക്കുന്നുണ്ട്. പിതാക്കന്മാർ ഭംഗിയായി ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ആ ദേശത്തു നിന്നൊരു കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പോപ്പ് ഷെനോഡ മൂന്നാമൻ കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ആയിരുന്ന മഹാതാപസനായ പിതാവ്, അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പിതാവ്, അദ്ദേഹം യോനയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, യേശു തമ്പുരാൻ തിരഞ്ഞെടുക്കപ്പെട്ട പലരെയും തിരുത്താൻ പുറത്തുള്ള പലരെയും ഉപയോഗിക്കുന്നുണ്ട്. ഉറങ്ങിപ്പോയ യോനയെ ഉണർത്താൻ ഉപയോഗിക്കുന്നത് കപ്പൽ തൊഴിലാളികളെയാണ്. ഭയത്തിന്റെ ആലസ്യത്തിൽ പെട്ടുപോയ ശീമോൻ പത്രോസിനെ ഉണർത്താൻ ഗലീലാക്കാരി പെൺകുട്ടിയാണ് ഉപയോഗിക്കുന്നത്. മതത്തിന്റെ കപട ജീവിതത്തിൽ പെട്ടുപോയ ആചാര്യന്മാരെ ഉണർത്താൻ പുറജാതിക്കാരിയായ ഒരു സ്ത്രീയാണ് ഉപയോഗിക്കുന്നത്. പരീശന്റെ വങ്കത്തരത്തെ ഉണർത്താൻ ചുങ്കക്കാരനെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തിരുവെഴുത്തിലുടനീളം എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയും. അതിലൊരു ദൃഷ്ടാന്തമാണ് ഇവിടെ. മതജീവിതം നയിക്കുന്നുണ്ട് എന്ന് ദുരഭിമാനപ്പെടുന്ന ആളുകളെ തിരുത്താനുള്ള കൃത്യമായ ഒരു വ്യക്തിയായിട്ടാണ് ഈ കനാന്യ സ്ത്രീ അവതരിപ്പിക്കുന്നത്. അത് വെറുതെ പറയുന്നതല്ല. ആ സംഭവം നമ്മൾക്കറിയാം. അവൾ എത്രമാത്രം അവനോട് ഇങ്ങനെ സംവദിക്കുകയാണ്. അവളൊരു വാഗ്വാദം തന്നെ നടത്തുന്നുണ്ട്. അവൻ പറയുകയാണ്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് അവളോട് പറയുന്നുണ്ട്. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അവൾ വീണ്ടും പറഞ്ഞവന്റെ കാൽക്കൽ വീഴുകയാണ്. അവൻ പറയുന്നു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അതിനവൾ, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് ഈ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം മുതലേ ഇപ്പോൾ സംസാരിച്ചു വരുന്ന ആ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ ഒരു വിശ്വാസത്തെയാണ് ഈ ഒരു സംഭവത്തിന്റെ ക്ലൈമാക്സായി, ഇതിന്റെ ഒരു പാരമ്യമായി
തിരുവെഴുത്ത് അവതരിപ്പിക്കുന്നത്. 13-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന ഒരു യാത്രയാണിത്. ഇത് 15-ാം അധ്യായത്തിൽ അവസാനിക്കുമ്പോൾ അവിടെയും തീരുന്നില്ല. 29-ാം വാക്യം പറയുന്നു, യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. 3 തരത്തിലുള്ള വിശ്വാസം നമ്മൾ ഇവിടെ കണ്ടു. ഈ 3 കൂട്ടത്തിലും നമ്മൾ പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സ്വന്തക്കാരുടെ അവിശ്വാസം, അതുകൊണ്ട് അധികം വീര്യപ്രവർത്തികൾ അവനവിടെ ചെയ്യാൻ പറ്റുന്നില്ല. കൂടെ നടന്ന് പഠിക്കുന്നവരുടെ അല്പവിശ്വാസം, അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ സ്വയം താഴ്ന്ന് മുങ്ങിപ്പോകുന്നു. മത ജീവിതം നയിക്കുന്നുവെന്ന് പറയുന്ന ആളുകളുടെ കാപട്യം, അതിനെയാണ് ഒരു പുറജാതിക്കാരി സ്ത്രീയുടെ വിശ്വാസം എത്രയോ വലിയത് എന്ന് പറഞ്ഞ് അവൻ നമ്മളെ ഉൾപ്പെടെ തിരുത്തുന്നത് ഈ കാലത്തും ഈ നിമിഷവും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. 50 മിനിറ്റുകളായി. ഈ 3 പ്രധാനപ്പെട്ട വിശ്വാസ തലങ്ങളുടെയും സമാന്തരമായി ഒരു നിർജ്ജന പ്രദേശം, അതുപോലെ തന്നെ അക്കരയ്ക്ക് പോയി മലയിൽ പ്രാർത്ഥിപ്പാൻ പോയി, അതുപോലെ തന്നെ വീണ്ടും ഒരു സ്ഥലം പറയുന്നു, അവൻ ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. മരുഭൂമി, മല, ഏകാന്തതയുടെ അപാര തീരങ്ങൾ എന്തിനാണ്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അവിശ്വാസത്തെയും അല്പവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും തിരുത്താൻ ഈ മൗനത്തിൻ്റെ ഇടങ്ങളല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഈ സുവിശേഷാഖ്യാനം നമ്മളെ പഠിപ്പിക്കും. എന്തുകൊണ്ടാണ് പിതാക്കന്മാരും പ്രവാചകന്മാരും മലകളിലും മരുഭൂമികളിലും താമസിക്കുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നത്? ഏലിയാ പ്രവാചകനെ തിരക്കി കട്ടിലിൽ കൊട്ടാരത്തിന്റെ കിളിവാതിൽ നിന്ന് താഴെ വീണ രാജാവിന്റെ നടുവൊടിഞ്ഞു കിടക്കുമ്പോൾ അയാൾ ദൂതന്മാരെ അയക്കുമ്പോൾ അവർ അന്വേഷിച്ച് ചെല്ലുന്നത് ഏലിയാവിനെ മലമുകളിലാണ്. ശൂന്യങ്കാരി സ്ത്രീ അവളുടെ പൈതലിന്റെ മരണവൃത്താന്തം അറിയിക്കാൻ ഏലീശ പ്രവാചകനെ അന്വേഷിച്ച് ചെല്ലുന്നത് ഒരു മലയുടെ മുകളിലാണ്. പ്രവാചകന്മാരിൽ അവസാനത്തവൻ സ്നാപക യോഹന്നാൻ തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് വരെ അവൻ മരുഭൂമിയിലാണ്, വിജനതയിലാണ്. ഇങ്ങനെ ഏകാന്തതയുടെ മൗന മണിക്കൂറുകളിലേക്ക് ഇവർ പ്രവേശിക്കുകയും പിന്നീട് വളരെ അപൂർവമായി ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നുവെന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. 3 കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ മൗനവാത്മീകങ്ങളിൽ കുടിയിരിക്കുന്ന ഈ മഹാമുനികളായ മനുഷ്യരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ എന്ന് ചരിത്രത്തിലുണ്ട്. 1, പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാക്ക് സംസാരിക്കാൻ, സത്യം സംസാരിക്കാൻ. 2, ഫോർ ഫീഡിങ് ദ പീപ്പിൾ. 3, ഫോർ ഹീലിംഗ് ദ പീപ്പിൾ. സത്യം പറയാൻ, സൗഖ്യം പകരാൻ, അന്നം നൽകാൻ. ഈ 3 കാര്യങ്ങൾക്കാണ് ഇവർ ചരിത്രത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമുക്കത് കൃത്യമായ തെളിവുകളുണ്ട്. പ്രവാചകന്മാർ നടക്കുന്ന വഴികളിൽ കലശത്തിൽ എണ്ണ കുറയുന്നില്ല, കലത്തിലെ മാവ് കുറയുന്നില്ല, അശുദ്ധമായ ജലാശയം ശുദ്ധമാകുന്നു, യവത്തപ്പം അനേകായിരം പേർക്ക് പ്രയോജനപ്പെടുന്നു. ഇങ്ങനെ അപ്പമായി, അഭയമായി അവരിങ്ങനെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതുപോലെ അവർ സംസാരിക്കുന്നത് സത്യം മാത്രമാണ്. അവർ നടക്കുന്ന വഴികളിൽ മരിച്ചുപോയവർ ജീവിക്കുന്നുണ്ട്. അവർ നടക്കുന്ന വഴികളിൽ കുഷ്ഠം മാറുന്നുണ്ട്. ഒരുപക്ഷെ പിൽക്കാലത്ത് യേശു തമ്പുരാൻ കൈസറിയ ഫിലിപ്പിയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് തൻ്റെ 12 ശിഷ്യന്മാരുമായി കുറേ ദൂരം മുന്നോട്ട് പോകുന്നു. മാർഗമധ്യേ യേശു നിൽക്കുന്നു.
തിരിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞ പേരുകൾ, ചിലർ ഏലിയാവെന്ന്, ചിലർ പ്രവാചകന്മാരിൽ ചിലരെന്ന്, ചിലർ യോഹന്നാനെന്ന്. ഈ പേരുകളൊക്കെ അവർ സദൃശ്യപ്പെടുത്താൻ അക്കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർ ക്രിസ്തുവിനെ ഈ പേരുകളോട് സദൃശ്യപ്പെടുത്താനുള്ള കാരണം മറ്റൊന്നാവില്ലല്ലോ. നസറേത്തിലെ ആ ചെറുപ്പക്കാരൻ മഹാപുരോഹിതനായ കയ്യാപ്പാവിന്റെ ദാസന്മാർ പറഞ്ഞതുപോലെ, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു നാളും ആരും സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തികച്ചും വ്യത്യസ്തമായി, എന്നാൽ അതിസാധാരണക്കാരനായി ആ സാധാരണ മനുഷ്യരുടെ ഇടയിൽ നടന്ന ആ ചെറുപ്പക്കാരൻ, അവൻ സംസാരിച്ചത് സത്യമാണ്. അവൻ നടന്ന വഴികളിൽ സൗഖ്യമുണ്ട്, അവൻ നടക്കുന്ന വഴികളിൽ അപ്പമുണ്ട്, അന്നമുണ്ട്, അഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വേദചരിത്രത്തിലെ മഹാരഥികളായ പൂർവഗാമികളുടെ ഒരു സദൃശ്യത്തിലേക്ക് അവനെ സാദൃശ്യപ്പെടുത്താൻ അക്കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർ തയ്യാറായത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൗനവാത്മീകങ്ങളിലിരുന്ന് അവർ തങ്ങളെ തന്നെ തയ്യാറാക്കിയതിനെ കുറിച്ച് എത്രയോ വായനകളും പഠനങ്ങളും നമ്മുടെ പാരമ്പര്യത്തിലുണ്ട്. ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ഏകദേശം 430 വർഷങ്ങളോളം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ക്രിസ്തീയ വിശ്വാസത്തിൽ അതിൻ്റെ ആധ്യാത്മിക വിചാരങ്ങളിൽ പലതും പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് നമുക്കറിയാം. ഈജിപ്തിലെ അടിമത്തം, അവിടെ നിന്നുള്ള ഒരു വിമോചനം, മരുഭൂമിയിലൂടെയുള്ള പ്രയാണം, വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ദേശം, ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം നമ്മളുടെ ക്രൈസ്തവ ആധ്യാത്മികതയിലും നിറഞ്ഞു നിൽക്കുന്ന സംഗതികൾ കൂടിയാണ് എന്ന് നമുക്കറിയാമല്ലോ. പൈശാചികമായ അടിമത്തം, ഈജിപ്തിൽ നിന്ന് എങ്ങനെയാണോ ചെങ്കടൽ കടന്ന് മോശ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്, അതുപോലെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും പരിശുദ്ധ മാമോദീസയാകുന്ന ജലഗർഭത്തിലൂടെ നമ്മെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇഹലോക ജീവിതമാകുന്ന മരുഭൂമിയിൽ കൂടി നമ്മളും പ്രയാണം ചെയ്യുന്നു. ദൈവജനമായ ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി 40 സംവത്സരം പ്രയാണം ചെയ്യുമ്പോൾ അവർക്ക് പരീക്ഷകളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗങ്ങളുണ്ട്, മരണങ്ങളുണ്ട്, വേർപാടുകളുണ്ട്. നമ്മുടെ ഐഹിക ജീവിത വ്യാപാര കാലത്തും ഇതെല്ലാം നമ്മളും നേരിടുന്നുണ്ട്. എന്നാൽ ഒരു പ്രതീക്ഷ അവർക്കുള്ളതുപോലെ നമുക്കുമുണ്ട്. നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കനാൻ ദേശമുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതാണ് നമ്മളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനത്തെ ഖണ്ഡികയിൽ നമ്മൾ ചൊല്ലുന്നത്, പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിലും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഈ ഭൂമിയിലെ പാർപ്പ്, ഈ ഭൂമിയിലെ വാസം വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഉള്ളതാണ് എന്ന് വളരെ കൃത്യമായി നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ആമേൻ പറയുന്ന വാക്കാണ്. ഇതുകൊണ്ടാണ് പുറപ്പാട് സംഭവം നമ്മളുടെ ജീവിതവുമായി, ആത്മീയ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് പറയുന്നത്. ഈ പുറപ്പാട് ആരംഭിക്കുന്നതിന് മുമ്പ് 430 വർഷം അവരിങ്ങനെ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. ഈ അടിമത്തം ഒരു പരിധിവരെ പല സാംസ്കാരികമായ സ്വാധീനങ്ങളും അവരിൽ ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് പിശാചിന്റെ അധിവാസ സ്ഥലമാണ്. ആ പിശാചിന്റെ അധിവാസ സ്ഥലത്തേക്ക് പോയി അവനെ കീഴ്പ്പെടുത്തുന്നതാണ് സന്യാസം, അല്ലെങ്കിൽ താപസ ജീവിതത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം നമ്മളുടെ അസറ്റിക്കൽ ട്രഡീഷനിൽ നന്നായി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. യോഗാത്മക പാരമ്പര്യത്തിൽ ക്രൈസ്തവ താപസന്മാരുടെ എഴുത്തുകളിലെല്ലാം ഈ ഒരു ആശയം രൂപപ്പെടുന്നത് വേദപുസ്തക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതിന് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മിസ്രൈമിലെ ഇസ്രായേലിന്റെ അടിമത്തം. ഈജിപ്ഷ്യൻ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുണ്ട്, സിനിമകളുണ്ട്. അതിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, നമുക്ക് പരിചയമുള്ള ചില പേരുകളുണ്ട് ഈജിപ്തിലെ ദൈവങ്ങളെ കുറിച്ച്.
BC ഒരു 5-ാം നൂറ്റാണ്ടിലൊക്കെ പ്രബലമായി നിന്ന ദൈവങ്ങളാണ് ഐസിസും ഒസിരീസും സെറ്റുമൊക്കെ. ഇതിൽ ഐസിസും ഒസിരീസും നാഗരികതയുടെ ദൈവങ്ങളാണ്, ഗോഡ്സ് ഓഫ് സിവിലൈസേഷൻ. അവർ നല്ല നിർമ്മിതികളുടെ, പട്ടണങ്ങളുടെ, ക്രമബദ്ധതയുടെ അടയാളങ്ങളാണ്. എന്നാൽ അവരുടെ സഹോദരൻ സെറ്റ് എന്ന് പറയുന്ന ദേവൻ, സെറ്റ് ഇസ് എ ഗോഡ് ഓഫ് ഡിസോർഡർ. അവൻ താമസിക്കുന്ന സ്ഥലമാണ് മരുഭൂമി, ഡെസേർട്ട്. അവിടെ ഒന്നും നനവില്ല, അവിടെ ഒന്നും കിളിർക്കില്ല, അവിടെ ഒന്നും മുളയ്ക്കില്ല. സർഗാത്മകമായ ഒന്നും തന്നെ, സൃഷ്ടിപരമായ ഒന്നും തന്നെ അവിടെ സംഭവിക്കില്ല. ഇതാണ് സാഹചര്യം. നമുക്കറിയാമല്ലോ, അമേരിക്കയിൽ നമ്മളിപ്പോൾ പ്രസംഗത്തിന് പോയി ഒരാഴ്ച അവിടെ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളൊക്കെ യാ എന്നൊക്കെ പറയും. അപ്പൊ ഈ 430 വർഷം വേറൊരു സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ചെറിയ സൂചനകൾ ഈ സാംസ്കാരിക സ്വാധീനത്തിൻ്റെതുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഒരു സൂചന വേദപുസ്തകം, എബ്രായ വേദം ആരംഭിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. സെമിനാരി ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വാക്കാണ് കയോസ്. ഭൂമി പാഴായും ശൂന്യമായും ഇരിക്കുക ഒരു കയോട്ടിക് സിറ്റുവേഷനാണ്. അവ്യക്തതയുടെ, അവ്യവസ്ഥയുടെ, അരാജകത്വത്തിന്റെ, അക്രമത്തിന്റെ സൂചനയാണ് അവിടെ ഉള്ളത്. അതിൽ നിന്നാണ് ദൈവം വെള്ളത്തിന്റെ ആത്മാവ്, വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നു. അതുകൊണ്ട് അവിടെ ആദ്യം സൃഷ്ടിയിൽ വെള്ളം, പാഴും ശൂന്യവുമായി ഇടത്ത ഒരു ചെറിയ നനവാണ്. അവിടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. പിന്നെ ഓരോരോ ദിവസം സൃഷ്ടികർമ്മം കൃത്യമായി എന്തൊക്കെയാണ് നടത്തുന്നത് എന്ന് ഏദൻ തോട്ടത്തിന്റെ നിർമ്മിതിയെക്കുറിച്ചാണ് പറയുന്നത്. പാഴും ശൂന്യവുമായ നിലത്തെ ഒരു തോട്ടമായി പരിവർത്തിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഫ്രം എ ഡെസേർട്ട് ടു എ ഗാർഡൻ. മരുഭൂമിയിൽ നിന്ന് തോട്ടത്തിന്റെ നിർമ്മിതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ നിർമ്മിതിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അത് കോസ്മോസ് എന്നാണ് പറയുക. കയോസിൽ നിന്ന് കോസ്മോസിലേക്ക്. കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോസ്മെറ്റോളജിയുടെ ഡോക്ടർമാർ വരെ ഇപ്പോഴുണ്ട്. എന്താണ് കോസ്മെറ്റിക്സിന്റെ ഉപയോഗം? നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും വൈരൂപ്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മളെ കുറെ കൂടി സുന്ദരമാക്കും, കുറെ കൂടി ഓർഡറിലാക്കും, കുറെ കൂടി നന്നാക്കിയെടുക്കും. കോസ്മോസ് എന്ന് പറഞ്ഞാൽ ലോകം എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഓർഡർ എന്നും അർത്ഥമുണ്ട്. കയോസിന്റെ അർത്ഥം ഡിസോർഡറും കോസ്മോസിന്റെ അർത്ഥം ഓർഡറുമാകുമ്പോൾ മരുഭൂമിയെ തോട്ടമാക്കി പരിണമിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. മരുഭൂമിയിലേക്ക് പ്രവാചകന്മാർ പോയി അധിവസിച്ചു. ഇസ്രായേലിനെ മുഴുവൻ 6 ദിവസം നടക്കേണ്ട യാത്രയ്ക്ക് പകരം 40 സംവത്സരം അവരെ നടത്തി മരുഭൂമിയിലൂടെ എന്ന് പറയുമ്പോൾ അത് ശിക്ഷണത്തിന്റെ കാലമാണ്, അത് രൂപപ്പെടലിന്റെ, ഫോർമേഷന്റെ കാലമാണെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോസ്തലൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെ മരുഭൂമി എന്ന് പറയുന്നത്, ഏകാന്തതയുടെ ഇടങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്വയം സജ്ജമാകലിന്റെ, സ്വയം രൂപീകരണത്തിന്റെ, സ്വയം തിരിച്ചറിയലിന്റെ ഒരു സ്പേസാണ്. അവിടെ കുറെ കൂടി സൃഷ്ടിപരമായ ഒരു കർമ്മമാണ് നടക്കുക. ഇത് സ്നാനമേറ്റ ഏതൊരുവന്റെ ജീവിതത്തിലും ഉണ്ട്. യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ വെച്ച് പിശാച് അവനെ പരീക്ഷിച്ചു. അതിനുശേഷമാണ് അവൻ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇതേതൊരു മനുഷ്യപുത്രന്റെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നുണ്ട് ഈ അൺസീൻ വാർഫെയറിനെ കുറിച്ച്, ഈ അദൃശ്യ പോരാട്ടത്തിലെ കുറിച്ച്. പൗരസ്ത്യ ആധ്യാത്മികതയിൽ ഏറ്റവും ഗൗരവതരമായി അധ്യാത്മ ജീവിതം നയിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന വാക്കാണ് ഈ അൺസീൻ വാർഫെയർ, അദൃശ്യ പോരാട്ടം.
നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമല്ല, പിന്നെയോ അന്ധകാര ലോകത്തിന്റെ സേനാധിപതികളോടാണ്. ഈ പോരാട്ടം മറന്ന്, ഇമേജ് ഓഫ് ഗോഡിനെ മറന്ന്, ഇമേജ് ഓഫ് ദ വേൾഡിന് വേണ്ടി മാത്രം പോരാടുന്നവരായി നാം പരിണമിച്ച കാലത്താണ് നമ്മുടെ സഭയ്ക്ക് ബലം കുറയുന്നത്, നമ്മുടെ സഭാജീവിതം കാപട്യമുള്ളതാവുന്നത്, നമ്മുടെ മതജീവിതം അന്തസാര ശൂന്യമാകുന്നത്. തിരിച്ചു പിടിക്കണം. നമുക്ക് പോരാട്ടമുള്ളത് അന്ധകാര ലോകത്തിന്റെ സേനാധിപതികളോടാണ്. ആ പോരാട്ടത്തിൽ നമ്മുടെ ആയുധങ്ങൾ നോമ്പാണ്, ഉപവാസമാണ്, സത്യ അനുതാപമാണ്, കുമ്പിട്ടുള്ള നമസ്കാരങ്ങളാണ്. ഈ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊന്നും കാലഹരണപ്പെട്ടതല്ല. ഈ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊന്നും അപ്രസക്തമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു വാക്കൊന്നുകൂടി ആവർത്തിച്ചു കൊള്ളട്ടെ. മതജീവിതം അപ്രസക്തമാണെങ്കിൽ, ദേവാലയബദ്ധമായ ജീവിതം സാങ്കത്യമില്ലാത്തതാണെങ്കിൽ, പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിതം നിരർത്ഥകമല്ലേ? അവളിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത്. ഈ ജീവിതം ക്രിസ്തുവിന്റെ പിറവിക്ക് സാധ്യതയുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിരുന്ന് ഭവനത്തിൽ ആരംഭിച്ച് വിലാപ ഭവനത്തിലെത്തിയാണ് നമ്മൾ തുടങ്ങിയത്. അത്ഭുതമല്ല വിശ്വാസത്തിന്റെ ആധാരം, പിന്നെയോ വിശ്വാസമാണ് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന ജീവിതത്തിന്റെ ആധാരം. അതിന്റെ പരമദൃഷ്ടാന്തമായ ഒരു വാക്യമുണ്ട് തിരുവെഴുത്തിൽ. മഹാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങൾ വന്നാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും, ഹർഷം വന്നാലും വിഷാദം വന്നാലും, ശത്രു വന്നാലും മിത്രം വന്നാലും, സ്ഥിതപ്രജ്ഞനായി നിൽക്കുന്നവനെ പോലെ മഹാനായ പൗലോസ് പറയുന്നു, കഷ്ടത വന്നാലും, സങ്കടം വന്നാലും, നഗ്നത വന്നാലും, പട്ടിണി വന്നാലും, ആപത്ത് വന്നാലും, വാള് വന്നാലും, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസം. ഇതാണ് വിശ്വാസ ജീവിതം നൽകുന്ന ജീവിതത്തിന്റെ മാഹാത്മ്യം, അതിശയം, അത്ഭുതകരമായ ഭാവം. ഇതാണ് ഓരോ വിശ്വാസിയും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്. നാം അവന്റെ സ്വന്തക്കാരാണ്. നമ്മുടെ അവിശ്വാസം മാറ്റണം. നാം അവന്റെ കൂടെ നടന്ന് പഠിക്കുന്നവരാണ്. നമ്മുടെ അല്പവിശ്വാസം മാറ്റണം. നാം മതജീവിതം നയിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവരാണ്. നമ്മുടെ അന്ധവിശ്വാസങ്ങളെ, ഹൃദയം കൊണ്ട് അവനോട് അകന്നിരിക്കുന്ന നമ്മുടെ കാപട്യത്തെ ദൂരീകരിക്കണം. ഇതാവണം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മാതൃകയായിരിക്കേണ്ട ഒരു പശ്ചാത്തലം. അതിന് നമ്മളെ രൂപപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മൗനത്തിൻ്റെ ഇടവേളകളാണ്.